അത് പുറത്തുവിട്ടില്ല കേരള കോൺഗ്രസ് അന്ന് കൃത്യമായ സപ്പോർട്ട് കൊടുത്തില്ല പി ജെ ജോസഫിന്. തീർച്ചയായിട്ടും കൊടുത്തു, പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തു. കേരള കോൺഗ്രസ് മാത്രമല്ല, കേരള ജനതയുടെ മുഴുവൻ സപ്പോർട്ടല്ലേ അദ്ദേഹത്തിന് വന്നത്. കേരള ജനതയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പൂർണ്ണ സപ്പോർട്ടാണ് കൊടുത്തത്. ഞങ്ങളതിനകത്ത് ഞാൻ അവിടെ 7 ദിവസം ആറ് ദിവസം അനിശ്ചിതകാല നിരാഹാരത്തിൽ ഞാൻ പങ്കുചേർന്നു കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി. എനിക്ക് മുമ്പ് പാർട്ടിയുടെ MLA റോഷി അഗസ്റ്റിൻ MLA ഇടുക്കി MLA എന്ന് അദ്ദേഹം അനുഷ്ഠിച്ചു. ഞങ്ങളെല്ലാം പൂർണ്ണമായ മനസ്സോടെ KM മാണി സാർ അടക്കം 1 ദിവസം നിരാഹാരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പാർട്ടി പൂർണ്ണമായ പിന്തുണ അക്കാര്യത്തിൽ കൊടുത്തു. അപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിലപാട് മാത്രമല്ല, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വന്നത് എന്താണ്? LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് വന്ന ഡാമിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് വന്ന ആശങ്കാജനകമായ സാഹചര്യം പുറത്തുവിട്ടില്ല. അപ്പോൾ അങ്ങനെ അത് മൂടി വെച്ച് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇത് ജനങ്ങൾ അറിയുന്നില്ല. നാളെ എന്തെങ്കിലും സംഭവിച്ചാലും ചെയ്യും. അപ്പോൾ റിപ്പോർട്ട് PJ ജോസഫിൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ അദ്ദേഹം മന്ത്രിയായി വന്നു, അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഒരു മന്ത്രി എന്നതിൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും? അപ്പോൾ അത് ആ വിഷയം ഹൈലൈറ്റ് ചെയ്യില്ല. അദ്ദേഹം പറഞ്ഞതിനെ ആരും എതിർത്തിട്ടില്ല. ജനങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തു. പക്ഷേ ശ്രീ KM മാണി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പരസ്യമായി പുറത്തു വന്നത് വളരെ വൈകിയാണ്. ഇല്ലില്ല, അതിപ്പോൾ അത് KM മാണി സാർ അടക്കം പാർട്ടിയുടേതായ തലത്തിലുള്ള തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ വന്നു. പാർട്ടി സജീവമായിട്ട് അതിനെല്ലാം പിന്തുണയും കൊടുത്തുകൊണ്ട് രംഗത്ത്. അത് മാത്രമല്ലല്ലോ, ബഹുമാനനെ KM മാണി സാർ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ ഡിക്ലെയർ ചെയ്തല്ലോ കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം. അത് PJ ജോസഫ് എടുത്ത നിലപാട്, അല്ലെങ്കിൽ അത് പാർട്ടിയുടെ ഒരു പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ജനനന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊണ്ടാവത്തില്ല. കേരള കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്തു, എന്ത് ചെയ്യണം. അപ്പോൾ ആ വിഷയം UDF-ൽ കൊണ്ടുവന്നു. ഇത് നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുന്നൊരു കാര്യമല്ല. എന്താ പരിഹാരം? അപ്പോൾ പരിഹാരം ഈ ഡാമിൻ്റെ സേഫ്റ്റി സംബന്ധിച്ച് ഇപ്പം ഇത്രയും കാലപ്പഴക്കം വന്നു. ലോകത്ത് മുഴുവൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ മാറ്റം വേണ്ടി വരും. അപ്പോൾ പുതിയ ഡാം, അപ്പോൾ ബഡ്ജറ്റിലൂടെ മാണി സാർ ഡിക്ലെയർ ചെയ്തു മുല്ലപ്പെരിയാർ പുതിയ ഡാം. അത് UDF ഗവൺമെൻറ്റിൽ നമ്മൾ അംഗീകരിച്ചു. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ സുപ്രീം കോർട്ടിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാഗം ഫലപ്രദമായി അവതരിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സാധ്യമായ എല്ലാ നടപടികളും ചെയ്യാൻ മുന്നോട്ട് വന്ന് പ്രവർത്തിച്ചു. അതിന് സുപ്രീം കോടതി ഇനി എടുക്കുന്ന തീരുമാനം എന്തെന്നുള്ളത് കോടതിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. എങ്കിലും കേരളത്തിൻ്റെ റോൾ നമ്മൾ ഏറ്റവും ഉത്തരവാദിത്തപൂർണ്ണമായി നിർവഹിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ വിശ്വസിക്കുന്നു ജോസഫിന്റെ പ്രഷർ കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഡാമിന് വേണ്ടി ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തത്? അല്ല, പ്രഷർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം ദുരുദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശം. അദ്ദേഹം എന്തായാലും അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ജനങ്ങൾ അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഉറക്കമില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം നല്ല ഉദ്ദേശത്തോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ PJ ജോസഫ് സാറ് കേരള കോൺഗ്രസിന്റെ പാർട്ടി യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മാണി സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിൽ ഉന്നയിച്ചു. അവിടെ അതിന്റെ ഗൗരവം പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. പാർട്ടി ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് മാണി സാർ ബഡ്ജറ്റിലൂടെ അത് കൊണ്ടുവരാനുള്ള തീരുമാനം. 2, അത് കേരള കോൺഗ്രസിന്റെ മാത്രം തലത്തിലല്ലല്ലോ, UDF ഉണ്ട്. ഭരണമുന്നണി എന്ന നിലയിൽ UDF-ന്റെ തലത്തിൽ KM മാണി സാറും PJ ജോസഫ് സാറും ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, ഇത് പുതിയ ഡാം ഉണ്ടാകും. അപ്പോൾ നമുക്കതിനകത്ത് നിയമസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴും ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതായത് തമിഴ്നാടിന് വെള്ളം കൊടുക്കാം, കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ ഡാം ഉണ്ടാക്കുക. അതിൻ്റെ പേരിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കാതിരിക്കുകയല്ല, തമിഴ്നാടിന് ആവശ്യമായ മുഴുവൻ വെള്ളവും കൊടുക്കും. അപ്പോൾ അതൊരു നല്ല നിർദ്ദേശമായിട്ട് വന്നു. അതിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സുപ്രീം കോർട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ മുൻപ് കേരള കോൺഗ്രസിലേക്ക് വന്ന ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾ അവർ പക്ഷേ രാജ്യസഭാ സീറ്റ് വന്നപ്പോഴും താഴെപ്പെട്ടില്ലേ? അവർ ആ പ്രോപ്പറായ ഒരു പരിഗണന കൊടുത്തോ? അല്ലെങ്കിൽ കൺസിഡർ ചെയ്തില്ല, റിസൾട്ട് കിട്ടിയില്ല, അത് ഇറ്റ്സ് എ ഫാക്ട്. പക്ഷേ അദ്ദേഹത്തെ അവിടെയും തഴഞ്ഞില്ലേ? അതായത് ഒരു പക്ഷേ LDF-ൽ നിന്നിരുന്നെങ്കിൽ ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നില്ലേ? അധികാര സ്ഥാനങ്ങൾ എപ്പോഴും ഒരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ യോജിപ്പ് എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളുടെയും ലാഭനഷ്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടന്നൊരു കാര്യമല്ല. അങ്ങനെ നോക്കിയില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയല്ലേ, അതൊരു നഷ്ടം തന്നെയല്ലേ. ഇപ്പം രാജ്യസഭയുടെ വന്നപ്പോൾ എന്താണ്, ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന നിലയിൽ രാജ്യസഭയുടെ തലത്തിലേക്ക് വരാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. അത് നേരത്തെ എം വിഭാഗം, J വിഭാഗം എന്ന തലത്തിലേക്ക് ആലോചിക്കുമ്പോൾ വലിയ പാർട്ടിയായപ്പോൾ കൂടുതൽ നേതാക്കളുണ്ടായിരുന്നു. അതെ, അപ്പോൾ അതിൽ നമുക്ക് ആ പേരുകളെല്ലാം പാർട്ടി പരിഗണിച്ചു, ചർച്ച ചെയ്തു. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഒന്ന്, മാണി സാർ നേരത്തെ കേരള കോൺഗ്രസ് യോജിപ്പിന് മുൻപ് തന്നെ KM മാണി സാർ UDF-ൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന, കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി ഉന്നയിച്ചിരുന്ന കാര്യം പിന്നെ പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്തു. ഇതൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് ചർച്ച ചെയ്ത് യോജിക്കുന്നതിന് മുൻപ് തന്നെ കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ട് വരികയും UDF ഒരിക്കലും അത് പരിഗണിക്കാതിരിക്കുകയും ഇതുവരെ കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോരുന്നൊരു വിഷയമാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പറയാം, അടുത്ത പ്രാവശ്യം തരാം, അങ്ങനെ പോരുന്നൊരു കാര്യമാണ്. പക്ഷേ Jയുടെ തലത്തിലും ഇതിനർഹതപ്പെട്ട ആളുകളുണ്ട്.
ജെയുടെ തലത്തിൽ നിന്ന് ഉള്ള ആവശ്യം എന്ന നിലയിലേക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ജെയ്ക്ക് കിട്ടുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പം ഞങ്ങൾക്കിപ്പോൾ ജെ ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾ കേരള കോൺഗ്രസ് എം എന്ന നിലയിൽ ഒരു പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. അതിൽ പല നേതാക്കളുണ്ട്. ആ നേതാക്കൾക്കകത്ത് രാജ്യസഭയിലേക്ക് ആരെല്ലാം വരാം. അപ്പോൾ മാണി സാർ പറഞ്ഞു നേരത്തെ മുതൽ തന്നെ ശ്രീ ജോയി എബ്രഹാത്തിന് അദ്ദേഹം ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നേരത്തെ മുതൽ കേരള കോൺഗ്രസ് എം ഇത് ആവശ്യപ്പെട്ട് വരുമ്പോൾ ശ്രീ ജോയി എബ്രഹാത്തെ അങ്ങനെ രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരും എന്നുള്ളത് പാർട്ടിപരമായി നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. അത് മാണി സാർ പാർട്ടി യോഗത്തിൽ അദ്ദേഹം അത് പാർട്ടിക്ക് ആ സീറ്റ് കിട്ടിയപ്പോൾ മാണി സാർ പറഞ്ഞു ഇങ്ങനൊരു കമ്മിറ്റ്മെൻറ്റ് നേരത്തെ ഉണ്ട്, അങ്ങനെ നേരത്തെ ചർച്ച ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പാർട്ടി യോഗത്തിൽ അറിയിച്ചു. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അത് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് യോജിച്ച പാർട്ടി ചെയ്യേണ്ട കാര്യം. ഞങ്ങളെല്ലാവരും അതിൽ സഹകരിച്ചുകൊണ്ട് ഞാനും MLA എന്ന നിലയിൽ ശ്രീ ജോയി എബ്രഹാത്തിന് വോട്ട് ചെയ്തു. അപ്പോൾ അത് കേരള കോൺഗ്രസിൻ്റെ തീരുമാനമായി മാണി സാർ പറഞ്ഞു ഇങ്ങനെ നേരത്തെയുള്ള കാര്യം അത് അക്സെപ്റ്റ് ചെയ്തു. അതാണ് പാർട്ടിയുടെ ഒരു യോജിപ്പെന്ന് പറയുന്നത്. ശ്രീ മോൻസ് ജോസഫ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം കടുത്തുരുത്തി MLA ആണ്. അദ്ദേഹത്തോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒപ്പം നിങ്ങൾ പ്രേക്ഷകർക്കും സംസാരിക്കാം അദ്ദേഹത്തോട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നതായിരിക്കും. ലൗഡ് സ്പീക്കറിലേക്ക് വീണ്ടും സ്വാഗതം. കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫാണ് നമ്മളോടൊപ്പം ഇന്ന് NTV സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രേക്ഷകർക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാവുന്നതാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്ത് നിർത്തിയ ഒരു കാര്യമാണ്, ഇനി ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. PC ജോർജ് പലപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഒരു വലിയ തലവേദനയായി തന്നെ മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ സഹപ്രവർത്തകരുടെ നിലപാട് എന്താണ് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോട്? അല്ല, കേരള കോൺഗ്രസ്സിൽ അദ്ദേഹം ഒരു തലവേദനയൊന്നുമല്ല. കേരള ജനതയ്ക്ക് പലപ്പോഴും ആകാറുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പാർട്ടിയുടെ തലത്തിൽ ഞങ്ങൾ പൊതുവായിട്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏത് വിഷയങ്ങളെക്കുറിച്ചും എല്ലാവരും പ്രതികരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ അനാവശ്യ വിവാദങ്ങൾ കേരളത്തിൻ്റെ ഒരു വലിയ ഗതികേടായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ കേരള കോൺഗ്രസ് അനാവശ്യ പ്രസ്താവനകളെ തുടർന്നല്ലേ, വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാൻ ആരും താല്പര്യം അല്ല, ഓരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ കൊച്ചി മെട്രോ ഇപ്പം ഒരു അനാവശ്യ വിവാദങ്ങളിലേക്ക് പല കാരണങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അത് ഈ നെല്ലിയാമ്പതി വിഷയത്തിൽ അദ്ദേഹം എടുത്തൊരു നിലപാട് തന്നെയായിരുന്നു പ്രശ്നം. ഒരു ഉപസമിതി പോയി അന്വേഷിച്ച് വന്നതിന് ശേഷം ഇതാണ് നമുക്ക് വേണ്ടുന്നത് അല്ലെങ്കിൽ ഇതാണ് ന്യായമെന്ന് പറയുമല്ല അദ്ദേഹം ചെയ്തത്. മുൻകൂട്ടി പറയുകയാണ് ഇതെല്ലാം കർഷകരാണ്, ഇതെല്ലാം കർഷകരുടെ സ്ഥലമാണ്, ഉപസമിതിയെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഒരു ഉപസമിതിയെ UDF വെച്ചതിന് ശേഷം പിന്നെ വേറെ സമിതി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള വിഷയം പോയത് UDF-നുള്ളിൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അല്ലാതെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പം ജോർജിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് പിന്നീട് ഇത്തരം നിലപാടുകളൊക്കെ മാണി ഗ്രൂപ്പ് എന്ന ഒരു പാർട്ടി, കേരള കോൺഗ്രസ് എന്ന പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന നിലപാടുകളെയും അദ്ദേഹം വ്യക്തിപരമായി എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയും എല്ലാം പാർട്ടി ആ നിലയിൽ അനുകൂലിക്കുന്നില്ല. അതിപ്പോൾ എന്താ പറയുന്നതിനെ ആശ്രയിച്ച് അനുകൂലിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പാർട്ടിയുടേതായിട്ടുള്ള നിലപാടുകൾ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഔദ്യോഗിക തലത്തിൽ PC ജോർജ് സംസാരിച്ചാൽ അത് കേരള കോൺഗ്രസിൻ്റെ നിലപാടായിട്ട് തന്നെ വരും. അദ്ദേഹം വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ, ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതിപ്പം പൊതുവായി പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തു. അപ്പം ഞങ്ങളിതിനകത്ത് എടുത്ത നിലപാട് ഇത്തരത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളിന്മേലും പാർട്ടിപരമായി നമ്മളൊരു ആത്മസംയമനം പാലിക്കുക, എല്ലാത്തിലും കയറി നമ്മളൊരു അഭിപ്രായം പറയുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ നിലപാടെടുക്കുക, ആവശ്യമുള്ളതിനെക്കുറിച്ച് പാർട്ടിയുടെ തലത്തിൽ ചർച്ച ചെയ്യുക, എന്നിട്ട് അതിനെ ഔദ്യോഗികമായിട്ട് പറയുക. ഇങ്ങനൊരു ധാരണ ഞങ്ങൾ പാർട്ടിപരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് PC ജോർജ് ഉണ്ടല്ലോ, വ്യക്തമായ നിലപാടുണ്ട്. നെല്ലിയാമ്പതി വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് എന്താണ്? പാർട്ടി പറഞ്ഞിട്ടുള്ള ബഹുമാനപ്പെട്ട KM മാണി സാറും ശ്രീ PJ ജോസഫ് സാറും ശ്രീ PC ജോർജും മറ്റേ പാർട്ടിയുടെ CF തോമസ് സാറും പാർട്ടിയുടെ നേതാക്കന്മാർ ബാക്കി എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്. കേരള കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ അനധികൃതമായി ആരുടെയെങ്കിലും കൈവശം ഭൂമി ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കണം. ഒരു തർക്കവും ഇല്ല. ഭൂമി അനാവശ്യമായി അനധികൃതമായി കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം, ഒരു തർക്കവും ഇല്ല. പക്ഷേ കയ്യേറ്റത്തിൻ്റെയും ഈ പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങളുടെയും പേരിൽ യഥാർത്ഥ കർഷകനെ ന്യായയുക്തമായി നിയമപരമായി ഭൂമി കൈവശം വയ്ക്കാൻ അവകാശം കിട്ടിയിട്ടുള്ള, ഭൂമി വാങ്ങിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി ഉപയോഗിക്കുന്ന കർഷകനെ അനാവശ്യമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സമ്മതിക്കില്ല, കൃഷിക്കാരൻ്റെ കൂടെയായിരിക്കും. കൃഷിക്കാരൻ്റെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതിനകത്ത് ഞങ്ങളുടെ ഹരിത ലൈൻ എന്ന് പറയുന്നത് കൃഷിക്കാരുടെയാണ്. കേരളത്തിൽ ആദ്യം കൃഷിക്കാർക്ക് വേണ്ടി സംസാരിച്ച കേരള കോൺഗ്രസ് ആണല്ലോ. ഞങ്ങൾക്കത് വികാരമുണ്ട്.
അതിൽ കേരളത്തിലെ കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഈ രണ്ട് വിഭാഗങ്ങളും കേരള കോൺഗ്രസ് ഒരുപോലെ സംസാരിച്ചെല്ലാം വലിയ കൃഷിക്കാർക്ക് വേണ്ടിയാണ്. അത് പറയുന്നതിൽ കാര്യമില്ല. കാരണം അപ്പോൾ ഈ വിഷയത്തിൽ ചെറിയ കൃഷിക്കാർക്ക് അവിടെ പോയി പാട്ടത്തിന് ഭൂമി എടുത്ത് ഇത്രയും ഭൂമി കൃഷി ചെയ്യാൻ പറ്റുമോ? അപ്പം അത് വലിയ, ഞാൻ പറയുന്നത് അതിൽ കുഴപ്പക്കാരുണ്ടെങ്കിൽ പിടിച്ചോട്ടെ. കേരള കോൺഗ്രസ് അതാ പറയുന്നത്. ഞങ്ങൾ പറയുന്നതിൻ്റെ മെരിറ്റ് പരിശോധിക്കണം, അതിൻ്റെ മെരിറ്റ് പരിശോധിക്കണം. ഗവൺമെൻറ് സംവിധാനം ഉണ്ടല്ലോ, ആ മെരിറ്റ് പരിശോധിക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഒരു സമിതി, അതിന് UDF വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭരണമുന്നണി ഒരു ഉപസമിതി വെച്ചു. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് UDF വരട്ടെ, UDF ആ വിഷയം ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് UDF തീരുമാനം എടുക്കട്ടെ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അതിനു പകരം UDF ഒരു ഉപസമിതിയെ വെച്ചതിൻ്റെ വിശ്വാസ്യത പോലും കളയുന്ന വിധത്തിൽ വിവിധ നടപടികളിലേക്ക് പോയിട്ടുണ്ട് കാര്യങ്ങൾ. അതിനെ കേരള കോൺഗ്രസ് അംഗീകരിക്കില്ല. അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസിൻ്റെ തരത്തിൽ MLA-മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് രംഗത്ത് വരാമല്ലോ. അപ്പം ഞങ്ങൾ പറയുന്നത് അത് ശരിയല്ല. അങ്ങനെ ഓരോ പാർട്ടിയും ഓരോ നില, അതാണ് ഇപ്പോൾ UDF കുഴപ്പം. ഓരോ പാർട്ടിയും അവരവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭരണമുന്നണിയുടെ ശോഭ പോവുകയാണ്. ഭരണമുന്നണി ഇപ്പം മാണി സാർ എത്ര നല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ആ ബഡ്ജറ്റിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ UDF കിട്ടണമെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ UDF കഴിയണം. ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എത്ര ആത്മാർത്ഥ, കേരളത്തിൽ ഇതുപോലെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, വിശ്രമമില്ലാതെ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങൾ ചെയ്യുന്നൊരു മുഖ്യമന്ത്രി, ആ ഒരു സൽപ്പേര് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നന്മ ജനങ്ങളിൽ വന്നിട്ടുള്ള ആ നന്മ അത് അനാവശ്യമായിട്ടുണ്ടാക്കുന്ന വിഷയങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത് എന്നാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട്. അത് പാർട്ടി പറഞ്ഞിട്ടുള്ളതിൻ്റെ കാരണം എന്താണ്? ജനങ്ങൾ UDF വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഭരണത്തിൽ കൊണ്ടുവന്നു, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. അത് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കെട്ടുറപ്പോടെ UDF മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന വിധത്തിൽ UDF നേതാക്കന്മാരെല്ലാം സഹകരിക്കണം. ഇത് പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഈ പൊതുനന്മയെ കരുതിയാണ്. ഈ കേരള കോൺഗ്രസ് ഇനി ശാക്തീകരിക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പാർട്ടി ഇനി ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ? അതിപ്പം പാർട്ടി ലീഡർഷിപ്പിൻ്റെ തലത്തിൽ ഞങ്ങൾ നേതൃതലത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഞങ്ങളുടെ ആഗ്രഹം കേരള കോൺഗ്രസ് ഇനിയും വളരണം. കേരള കോൺഗ്രസിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ആരെല്ലാം കടന്നു വന്നാലും പാർട്ടി എത്രമാത്രം ശക്തിപ്പെട്ടാലും ഞങ്ങൾക്കെല്ലാം സന്തോഷമുള്ളൂ. കഴിഞ്ഞ ദിവസം ശ്രീ കെ എം മാണിയുമായി ശ്രീ ജോണി നെല്ലൂർ ഒരു ചർച്ച നടത്തി. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോ സംശയം കൊണ്ട് മാത്രം ചോദിക്കുകയാണ്. അദ്ദേഹം പറയേണ്ട കാര്യമാണ്, നിൽക്കുന്ന ഒരാളെന്നുള്ള അറിയാൻ സാധിക്കുമല്ലോ. അല്ലാതെ അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ജോണി ചേട്ടൻ എന്തിനാണ് മണി സാറിനെ കണ്ടു എന്നുള്ളത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അത് നിഖിലിന് മനസ്സിലാക്കാമല്ലോ. അത് ഞാൻ പറയുന്നത് ശരിയല്ല, അദ്ദേഹം പറയേണ്ടതാണ്. പക്ഷേ കേരള കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരാണ് ശ്രീ അനൂപ് ജേക്കബും ശ്രീ ജോണി നെല്ലൂരും ഉൾപ്പെടെയുള്ളവരെല്ലാം. അപ്പോൾ അവരെല്ലാം കേരള കോൺഗ്രസ് കുടുംബത്തിൽ മാണി സാറിൻ്റെ നേതൃത്വത്തിൽ, PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ കേരള